വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. ഇന്ന് നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 1-ൻ്റെ EVSൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ മാർച്ച് 2023 നടന്ന എക്സാമാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഭൗതിക പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നവ ഏത്? ഓപ്ഷൻ എ സസ്യങ്ങൾ, ഓപ്ഷൻ ബി ജന്തുക്കൾ, ഓപ്ഷൻ സി സൂക്ഷ്മജീവികൾ, ഓപ്ഷൻ ഡി മണ്ണ്. അപ്പോൾ ഇതിൽ ഭൗതിക പരിസ്ഥിതിയിൽ വരുന്നത് ഏതാണ് ഭൗതിക പരിസ്ഥിതിയിൽ വരിക? മണ്ണാണ് ഭൗതിക പരിസ്ഥിതിയിൽ വരുന്നത്. അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭൗതിക പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നത് ജീവനില്ലാത്ത വസ്തുക്കളായിരിക്കും. അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കൾ ഉണ്ടാകും. ഇതിൽ ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളും ഭൗതിക പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് മണ്ണ്, ജലം, വായു. മണ്ണ്, ജലം, വായു ഇവയൊക്കെയാണ് ഭൗതിക പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്ന വസ്തുക്കൾക്ക് ഉദാഹരണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: സസ്യങ്ങളിൽ ശ്വസന പ്രക്രിയ നടക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ്? സസ്യങ്ങളിൽ ശ്വസന പ്രക്രിയ നടക്കുന്ന സമയത്ത് സ്വീകരിക്കുന്ന വാതകം ഏതാണ്? അപ്പോൾ ഓപ്ഷൻസ് ഇതാണ്: എ കാർബൺ ഡൈ ഓക്സൈഡ്, ബി ഓസോൺ, സി ഹൈഡ്രജൻ, ഡി ഓക്സിജൻ. അപ്പോൾ ശ്വസന പ്രക്രിയ നടക്കുന്ന സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം ഏതായിരിക്കും? അത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡാണ് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം. സസ്യങ്ങൾ ശ്വസന പ്രക്രിയ നടക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ആണ്. സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുന്നതാണ്. അപ്പോൾ ഇതാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ജലവും കാർബൺ ഡൈ ഓക്സൈഡും പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസും ഹൈഡ്രജനുമായി മാറുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ജലവുമായി ചേർന്ന് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഓക്സിജനെയും അതുപോലെ തന്നെ ഗ്ലൂക്കോസിനെയും ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. അപ്പോൾ പ്രകാശ സംശ്ലേഷണം എന്താണ്? ഒരു പ്രകാശ രാസപ്രവർത്തനമാണ്. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതെന്താണ്? പ്രകാശ രാസപ്രവർത്തനമാണ്. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എവിടെയാണ്? ഹരിതകണങ്ങളിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. നമുക്കറിയാം പ്രകാശ സംശ്ലേഷണം എന്താണ്? ഒരു പ്രകാശ രാസപ്രവർത്തനമാണ്. ഇത് നടക്കുന്നത് ഹരിതകണങ്ങളിലാണ്. ഹരിതകണങ്ങളിൽ എന്ത് കാണപ്പെടും? പ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന വർണ്ണകങ്ങൾ കാണപ്പെടും. അപ്പോൾ പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ പ്രകാശത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. അപ്പോൾ പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ ആരുണ്ട്? വർണ്ണകങ്ങളുണ്ട്. അപ്പോൾ ഈ വർണ്ണകങ്ങൾ ഏതൊക്കെയാണ്? ഹരിതകം എ, ഹരിതകം ഇ, കെരോട്ടിൻ, സാന്തോഫിൽ. ഹരിതകം എ, ഹരിതകം ബി, കെരോട്ടിൻ, സാന്തോഫിൽ എന്നിവയാണ് വർണ്ണകങ്ങൾ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മണ്ണ് വെള്ളത്തിൽ കലക്കി അതിലേക്ക് ഒരു രാസവസ്തു ചേർത്താൽ കുമിളകൾ ഉണ്ടാകുന്നതിൻ്റെ അളവ് നിരീക്ഷിച്ച് മണ്ണിലെ ജൈവാംശം കണ്ടുപിടിക്കാം. ഈ പരീക്ഷണത്തിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? അതായത് മണ്ണിലെ ജൈവാംശം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം: ഓസോൺ, ഹൈഡ്രജൻ പെറോക്സൈഡ്, അയഡിൻ, ബോർഡോ മിശ്രിതം. ഓസോൺ, ഹൈഡ്രജൻ പെറോക്സൈഡ്, അയഡിൻ, ബോർഡോ മിശ്രിതം എന്നിവയാണ്. ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ആൻസർ. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മണ്ണിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുന്ന സമയത്ത് അത് പതഞ്ഞു പൊങ്ങുന്നതായിട്ട് കാണാം. മണ്ണിലെ ജൈവാംശം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് മണ്ണിലേക്ക് ഒഴിക്കുമ്പോൾ അത് പതഞ്ഞു പൊങ്ങുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് സ്വതന്ത്രമാകുന്ന ഓക്സിജൻ കാരണമാണ് ആ ഒരു പതം ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് സ്വതന്ത്രമാകുന്ന ഓക്സിജൻ പുറത്തു വരുന്നത് മൂലമാണ് പതഞ്ഞ് പൊങ്ങുന്നത്. അപ്പോൾ മണ്ണിലെ ജൈവാംശം കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന രാസവസ്തു ഹൈഡ്രജൻ പെറോക്സൈഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം 1857 മുതൽ 1947 വരെ ക്രമത്തിൽ രേഖപ്പെടുത്തിയാൽ
ഏറ്റവും അനുയോജ്യമായ ഗ്രാഫിക് ഓർഗനൈസർ ഏതാണ്? അതായത് നമ്മൾ ഓരോ കൊല്ലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന സംഭവങ്ങളെ നമ്മൾ എങ്ങനെയാണ് അതിനെ ഓർഗനൈസ് ചെയ്യുക? അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഓപ്ഷൻസ് ഇതാണ്: വെൻ ഡയഗ്രാം, ബാർ ഡയഗ്രാം, ഫ്ലോ ചാർട്ട്, പൈ ഡയഗ്രാം. അപ്പോൾ ഇതിന് അനുയോജ്യമായ ഓർഗനൈസർ ഏതാണ്? ഫ്ലോ ചാർട്ടാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? കൊല്ലത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവങ്ങളെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് ഫ്ലോ ചാർട്ടാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ബാക്ടീരിയകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ബാക്ടീരിയകളുമായി ബന്ധപ്പെട്ട ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്: മൊണീറ എന്ന കിങ്ഡത്തിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തത് പ്രോക്യാരിയോട്ടുകളാണ്. മൂന്നാമത്തത് സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും രോഗമുണ്ടാക്കുന്നു. നാലാമത്തത് എല്ലാം രോഗകാരികളാണ്. ഇതിൽ ബാക്ടീരിയയുമായി ബന്ധപ്പെട്ടതിൽ ഏതൊക്കെയാണ് ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട് ശരിയായി വരുന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെയായിരിക്കും? ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും എന്താണ്? ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ബാക്ടീരിയകൾ എന്ന് പറയുന്നത് മൊണീറ കിങ്ഡത്തിൽ ഉൾപ്പെടുന്നവയാണ്. മൊണീറ കിങ്ഡത്തിലാണ് ബാക്ടീരിയകൾ ഉൾപ്പെടുന്നത്. അവ എന്താണ്? പ്രോക്യാരിയോട്ടുകളാണ്. അവ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും രോഗങ്ങൾ ഉണ്ടാക്കുന്നു, നമുക്കറിയാം. അപ്പോൾ ആദ്യം നമുക്ക് കിങ്ഡം എന്താണെന്ന് അറിയണം. അപ്പോൾ നമുക്കറിയാം ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എന്താണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ വരുന്നതാണ് മൊണീറ കിങ്ഡം. അപ്പോൾ അങ്ങനെ 5 കിങ്ഡം വർഗീകരണം അല്ലെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ശാസ്ത്രജ്ഞൻ. അപ്പോൾ ഏതൊക്കെയാണ് 5 കിങ്ഡങ്ങൾ, ഏതൊക്കെയാണ് 5 കിങ്ഡങ്ങൾ എന്നാണ് നോക്കേണ്ടത്. ഒന്നാമതാണ് മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചെ, അനിമേലിയ, പ്ലാന്റ്. ഇതൊക്കെയാണ് അദ്ദേഹം വർഗീകരിച്ച 5 കിങ്ഡങ്ങൾ. അപ്പോൾ നമുക്ക് ഓരോ കിങ്ഡത്തിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്താണ് മൊണീറ കിങ്ഡത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡമാണ് മൊണീറ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ബാക്ടീരിയ. അടുത്തത് പ്രോട്ടിസ്റ്റൻ്റെ പ്രത്യേകത എന്താണ്? ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ. ന്യൂക്ലിയസ് ഉള്ള ഏകകോശ ജീവികളാണ് പ്രോട്ടിസ്റ്റയിൽ പെടുന്നത്. അതിന് എക്സാമ്പിളാണ് അമീബ. നമുക്കറിയാം ഏകകോശ ജീവിയാണ്, അതിനെന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അടുത്തതാണ് ഫഞ്ചയിൽ പെടുന്നതാണ് സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികൾ അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ എന്തിൽ പെടുന്നുണ്ട്? ഫഞ്ചയിൽ പെടുന്നുണ്ട്. പരപോഷികളാണ്. അതുപോലെ തന്നെ എന്താണ്? ഇവയ്ക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. പരപോഷികൾ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളാണ് ആര്? പരപോഷികൾ. അല്ലെങ്കിൽ മറ്റ് ജീവികളൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് പരപോഷികൾ എന്ന് പറയുന്നത്. അപ്പോൾ സഞ്ചരിക്കാൻ കഴിയില്ലാത്ത പരപോഷികളാണ് ഫഞ്ചയിൽ ഉൾപ്പെടുന്നത്. അതിന് എക്സാമ്പിളാണ് കുമിളുകൾ, ഈസ്റ്റ്. ഇവയൊക്കെ ഇതിന് എക്സാമ്പിളാണ്. നാലാമത്തത് എന്താണ്? പ്ലാന്റ് എന്താണ്? സ്വപോഷികളാണ്. ഇവയ്ക്കും എന്തില്ല? സഞ്ചാരശേഷി ഇല്ല. പ്ലാന്റയിൽ എല്ലാ സസ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇവ എന്താണ്? ബഹുകോശ ജീവികൾ കൂടെയാണ്. അപ്പോൾ എല്ലാ സസ്യങ്ങളും ഉൾപ്പെടുന്ന കിങ്ഡമാണ് പ്ലാന്റ്. അഞ്ചാമത്താണ് അനിമേലിയകളും എന്താണ്? പരപോഷികളാണ്. സഞ്ചാരശേഷിയുള്ളവയാണ്, ബഹുകോശ ജീവികളാണ്. ഇതിൽ എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്നുണ്ട്. അടുത്ത് നമ്മൾ പറഞ്ഞു ബാക്ടീരിയകൾ പ്രോക്യാരിയോട്ടുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രോക്യാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോക്യാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് പ്രോക്യാരിയോട്ടുകൾ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബാക്ടീരിയകൾക്ക് എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല, മർമ്മമില്ല. അപ്പോൾ എന്താണ്? ബാക്ടീരിയകൾ എന്ന് പറയുന്നത് ഒരു പ്രോക്യാരിയോട്ടാണ്. അടുത്തത് അതിന് എക്സാമ്പിൾ വരുന്നത്, പ്രോക്യാരിയോട്സിന് എക്സാമ്പിൾ വരുന്നത് ബാക്ടീരിയ, സയനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ എന്നിവയാണ്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസ് ഉള്ള ജീവികൾക്ക് എന്താണ് നമ്മൾ പറയുക? യൂക്യാരിയോട്ടുകൾ എന്നാണ് പറയുക. ന്യൂക്ലിയസ് ഉള്ള ജീവികൾക്ക് നമ്മൾ എന്താണ് പറയുക? യൂക്യാരിയോട്ടുകൾ എന്നാണ് പറയുക. കോശത്തിൽ മർമ്മം കാണപ്പെടുന്ന ജീവികളാണ് യൂക്യാരിയോട്ടുകൾ.
ഇനി ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ. ബാക്ടീരിയകൾ രോഗകാരികളാണെന്ന് നമുക്കറിയാം. എല്ലാ ബാക്ടീരിയകളും രോഗകാരികളല്ല, പക്ഷേ ചില ബാക്ടീരിയകൾ രോഗകാരികളാണ്. അങ്ങനെ കുറച്ച് ചില ബാക്ടീരിയ രോഗങ്ങളും അതുപോലെ തന്നെ അത് ഉണ്ടാക്കുന്ന ബാക്ടീരിയകളുടെ പേരും നമുക്ക് നോക്കാം. അതിൽ ആദ്യത്താണ് എലിപ്പനി. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. എലിപ്പനി ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ് ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനി ഉണ്ടാക്കുന്ന ബാക്ടീരിയ. അടുത്തത് ഡിഫ്തീരിയ. ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയ കൊറിബാക്ടീരിയം ഡിഫ്തീരിയ. കൊറിബാക്ടീരിയം ഡിഫ്തീരിയ ആണ് ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയ. അടുത്തത് ക്ഷയം. ക്ഷയം ഉണ്ടാക്കുന്ന ബാക്ടീരിയ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയം ഉണ്ടാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ സാധാരണ കാണപ്പെടുന്ന ഉപകരണം. പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ സാധാരണയായി കാണപ്പെടുന്ന ഉപകരണം തെർമോമീറ്റർ, സേഫ്റ്റി പിൻ, സ്റ്റെതസ്കോപ്പ്, കത്രിക. ഇതിൽ പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ കാണപ്പെടാത്ത ഉപകരണം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിൽ ഏതാണ് വരിക? തെർമോമീറ്റർ കാണുമോ? സേഫ്റ്റി പിന്ന് കാണില്ലല്ലോ. അപ്പോൾ ഏതാണ് ആൻസർ? കാണാത്ത ഉപകരണം എന്ന് പറയുന്നത് സേഫ്റ്റി പിന്നാണ്. അപ്പോൾ സാധാരണയായി പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ കാണപ്പെടുന്നത് എന്തൊക്കെയാണ്? ബാൻഡേജ്, കോട്ടൺ, കത്രിക, സ്പ്രിൻറ്റുകൾ, അയഡിൻ, തെർമോമീറ്റർ, ആൻറ്റിസെപ്റ്റിക് ക്രീം, സോപ്പ്, കണ്ണ് കഴുകാനുള്ള ലായനി. ഇത്തരം കാര്യങ്ങളാണ് പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ കാണുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈജ്ഞാനികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിലൂടെ കുട്ടികളെ പഠനത്തിന് സജ്ജരാക്കാം. ഇതിനായുള്ള ഏറ്റവും ഉചിതമായ പ്രവർത്തനം ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ആശയ രൂപീകരണത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നു. അടുത്ത ഓപ്ഷൻ ബി, തുടർ പ്രവർത്തനങ്ങൾ നൽകുക. ഓപ്ഷൻ സി, പഠന സന്ദർഭം ഒരുക്കി പഠന പ്രശ്നം ഉന്നയിക്കുക. ഡി, മോഡലുകൾ നിർമ്മിച്ച് പ്രദർശിപ്പിക്കുക. അപ്പോൾ എങ്ങനെ ചെയ്താലാണ് ക്ലാസ് മുറിയിൽ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുക എന്നാണ് നോക്കേണ്ടത്. ഏതായിരിക്കും ആൻസർ? പഠന സന്ദർഭം ഒരുക്കി പഠന പ്രശ്നം ഉന്നയിക്കുക. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വെള്ളെഴുത്തുള്ളവർക്ക് നിർദ്ദേശിക്കുന്ന ലെൻസ് ഏതാണ്? വെള്ളെഴുത്തുള്ളവർക്ക് നിർദ്ദേശിക്കുന്ന ലെൻസ് ഏതാണ്? ഓപ്ഷൻ എ കോൺകേവ് ലെൻസ്, ഓപ്ഷൻ ബി കോൺവെക്സ് ലെൻസ്, ഓപ്ഷൻ സി കോൺടാക്ട് ലെൻസ്, ഓപ്ഷൻ ഡി ബൈകോൺകേവ് ലെൻസ്. ഇതിലേതാണ് വെള്ളെഴുത്തുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ലെൻസ്? ഏതായിരിക്കും? കോൺവെക്സ് ലെൻസ് ആണ് വെള്ളെഴുത്തുള്ള ആൾക്കാർക്ക് നിർദ്ദേശിക്കുന്ന ലെൻസ്. എന്താണ് വെള്ളെഴുത്ത്? വെള്ളെഴുത്ത് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള വസ്തുക്കളെ കാണാതാവുന്ന ഒരവസ്ഥ. കണ്ണുകൾക്ക് അടുത്തുള്ള വസ്തുക്കളെ കാണാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. ഇതിന് കാരണം ലെൻസിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുകയും അതുപോലെ തന്നെ അതിലൂടെ കാഠിന്യം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് വെള്ളെഴുത്ത് ഉണ്ടാകുന്നത്. അടുത്തുള്ള വസ്തുക്കളെ കാണാത്ത അവസ്ഥയും കാരണം എന്താണ്? ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നതാണ്. പിന്നെ നമുക്ക് നോക്കാം കുറച്ച് നേത്രരോഗങ്ങൾ ഏതൊക്കെയാണെന്ന്. ആദ്യത്തെ നിശാന്തത. നമുക്കറിയാം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയില്ലാത്തൊരവസ്ഥയാണ് നിശാന്തത എന്ന് പറയുന്നത്. മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാത്ത അവസ്ഥ. എങ്ങനെയാണ് നിശാന്തത വരുന്നത്? വിറ്റമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തത വരുന്നത്. അടുത്തതാണ് സിറോഫ്താൽമിയ. സിറോഫ്താൽമിയയും എന്താണ്? വിറ്റാമിൻ എയുടെ കുറവ് മൂലം കോർണിയ അതാര്യമായി മാറുന്ന അവസ്ഥയാണ്, കാഴ്ച നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അടുത്തതാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമ ഉണ്ടാകുന്നത് അക്വസ് സ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ ഉള്ളൊരവസ്ഥയാണ്. ഇങ്ങനെ നടക്കാതെ വരുന്ന സമയത്ത് കണ്ണിൻ്റെ മർദ്ദം കൂടി റെറ്റിന നശിച്ചു പോകുന്നൊരു അവസ്ഥയാണ്. റെറ്റിനയ്ക്ക് നാശം സംഭവിക്കുന്ന അവസ്ഥയാണിത്. അടുത്തതാണ് തിമിരം. തിമിരവും എന്താണ്? കണ്ണിലെ ലെൻസ് അതാര്യമായി പോകുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കേണ്ടത് ചെങ്കണ്ണ്. ചെങ്കണ്ണ് എന്താണ്? കഞ്ചൻറ്റൈവയെ ബാധിക്കുന്ന ഒരു അണുബാധ. ഇതൊരു അണുബാധയാണ്. ചെങ്കണ്ണ് എന്ന് പറയുന്നത് അണുബാധയാണ്. കഞ്ചൻറ്റൈവയാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു എന്തൊക്കെയാണ്? ഗ്ലോക്കോമ, തിമിരം, ചെങ്കണ്ണ്, നിശാന്തത ഒക്കെ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ
താരതമ്യേന വിറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ള ഭക്ഷ്യവിഭാഗം ഏതാണ്? ഇതിൽ ഏതാണ് വിറ്റമിൻ സി ഉള്ള ഭക്ഷ്യവിഭാഗം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഉണക്കമീൻ, ഓപ്ഷൻ ബി ഉണക്കമുന്തിരി, സി കോഴിയിറച്ചി, ഡി തക്കാളി. ഇതിൽ ഏതിലാണ് വിറ്റമിൻ സിയുടെ അളവ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? അപ്പോൾ ഏതിലായിരിക്കും? ഉണക്കമുന്തിരിയിലാണ് വിറ്റമിൻ സി കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓറഞ്ച്, ചെറുനാരങ്ങ, മുന്തിരി, കിവി, അധിക പഴവർഗ്ഗങ്ങളിലും കൂടുതലായി കാണപ്പെടുന്ന വിറ്റമിൻ എന്ന് പറയുന്നത് വിറ്റമിൻ സി ആണ്. അതുപോലെ വിറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. എന്താണ് സ്കർവി? വിറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. ക്യാരറ്റ്, ഇലവർഗ്ഗങ്ങൾ, മധുരക്കിഴങ്ങ് എന്നീ ഭക്ഷ്യ പദാർത്ഥങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന വിറ്റമിനാണ് വിറ്റമിൻ എ. വിറ്റമിൻ എ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ക്യാരറ്റ് കണ്ണിന് ആരോഗ്യം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയില്ലേ ക്യാരറ്റ് കഴിച്ചാൽ. അപ്പോൾ ക്യാരറ്റിൽ കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത് വിറ്റമിൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹെർബേറിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ ജീവനുള്ള സസ്യങ്ങളുടെ ശേഖരണം, ഓപ്ഷൻ ബി സസ്യങ്ങളുടെ വിത്തുകൾ സംഭരിച്ച് സൂക്ഷിക്കുന്ന രീതി, ഓപ്ഷൻ സി സസ്യങ്ങളുടെ വന്യജാതികളെ സംരക്ഷിക്കുന്ന ഇടം, ഓപ്ഷൻ ഡി സസ്യങ്ങളെ മുഴുവനായോ ഭാഗങ്ങളായോ ഉണക്കി ഒട്ടിച്ച് സൂക്ഷിക്കുന്ന രീതി. ഏതാണ് ഹെർബേറിയം എന്ന് പറയുന്നത്? ഹെർബേറിയം എന്ന് പറയുന്നത് സസ്യങ്ങളെ മുഴുവനായോ ഭാഗങ്ങളായോ ഉണക്കി ഒട്ടിച്ച് സൂക്ഷിക്കുന്ന രീതിയാണ് ഹെർബേറിയം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രശലഭങ്ങളുടെ ജീവിതചക്രം പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം ഏതാണ്? പരീക്ഷണം. ഓപ്ഷൻ എ പരീക്ഷണം, ഓപ്ഷൻ ബി പ്രോജക്റ്റ്, ഓപ്ഷൻ സി സെമിനാർ, ഓപ്ഷൻ ഡി സംവാദം. ഇതിൽ ഏത് മെത്തേഡ് വെച്ചിട്ടാണ് ചിത്രശലഭങ്ങളുടെ ജീവിതചക്രം നമുക്ക് പഠിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? പരീക്ഷണം എന്ന മെത്തേഡ് വെച്ചിട്ടാണ്, പഠനതന്ത്രം വെച്ചിട്ടാണ് നമുക്ക് ചിത്രശലഭങ്ങളുടെ ജീവിതചക്രം കൂടുതലായി എളുപ്പമായിട്ട് പഠിക്കാൻ സാധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മീൻ വർഗത്തിൽ ഉൾപ്പെട്ട ജീവി. ഇതിൽ താഴെ തന്നിരിക്കുന്നവയിൽ മീൻ വർഗത്തിൽ ഉൾപ്പെട്ട ജീവി ഏതാണ്? ഓപ്ഷൻ എ കടൽ കുതിര, ഓപ്ഷൻ സി കടൽ ഫാൻ, ഓപ്ഷൻ ഡി കടൽ പശു, ഓപ്ഷൻ ഡി ഡോൾഫിൻ. ഇതിൽ ഏതാണ് മത്സ്യവർഗത്തിൽപ്പെട്ട ജീവി എന്നാ? അപ്പോൾ ഇതിൽ ഏതാണ്? ഇതെല്ലാം കടലുള്ളതാണ് അല്ലേ? ഇതിൽ കടൽ കുതിരയാണ് മത്സ്യവർഗത്തിൽ ഉൾപ്പെടുന്നത്, ബാക്കിയൊന്നും മത്സ്യവർഗത്തിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. മീനവർഗത്തിൽ ഉൾപ്പെട്ട ജീവി എന്ന് പറയുന്നത് കടൽ കുതിരയാണ്. ഡോൾഫിനുകൾ എന്താണ്? ഡോൾഫിനുകൾ സസ്തനികളാണ്, അവ മത്സ്യവർഗത്തിൽ ഉൾപ്പെടുന്നില്ല. അതുപോലെ കടൽ ഫാൻ അതും എന്താണ്? അതൊരു മൃഗമാണ്. ഇത് സസ്യങ്ങൾ പോലെയാണ് കാണപ്പെടുന്നത്, ഒരു മൃഗമാണ്. അതും മത്സ്യവർഗത്തിൽ എന്ത് ചെയ്യുന്നില്ല? ഉൾപ്പെടുന്നില്ല. അടുത്താണ് കടൽ പശു, അതും എന്താണ്? ഒരു സസ്തനിയാണ്. ഇവയും മത്സ്യവർഗത്തിൽ ഉൾപ്പെടുന്നില്ല. നമുക്ക് നോക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു പ്രദേശത്തെ ജൈവ വൈവിധ്യത്തിൽ ഉൾപ്പെടുന്നത്, ഒരു പ്രദേശത്തിലെ ജൈവ വൈവിധ്യത്തിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഒരു വർഗത്തിൻ്റെ തന്നെ ജനിതക വൈവിധ്യം, ഒരു സമൂഹത്തിലെ ജീവിവർഗങ്ങളിലുള്ള വൈവിധ്യം, പ്രദേശത്തെ ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യം, ഓപ്ഷൻ ഡി മുകളിൽ തന്നിരിക്കുന്നവയല്ല. ഇതിൽ ഏതാണ് ജൈവ വൈവിധ്യത്തിൽ ഉൾപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ആൻസർ? എന്താണ്? ഇവ എല്ലാം, മുകളിൽ തന്നിരിക്കുന്ന എല്ലാം എന്താണ്? ജൈവ വൈവിധ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. ഒരു പ്രദേശത്തിൻ്റെ ജൈവ വൈവിധ്യത്തിൽ ഉൾപ്പെടുന്നത് ഒരു വർഗത്തിൻ്റെ തന്നെ ജനിതക വൈവിധ്യം, പിന്നെന്താണ്? ആ സമൂഹത്തിലെ ജീവിവർഗങ്ങളിലെ വൈവിധ്യം, പിന്നെന്താണ്? പ്രദേശത്തെ ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യം. ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യം, ജന്തുവർഗത്തിലെ വൈവിധ്യം, ജനിതക വൈവിധ്യം എന്നിവയാണ് ജൈവ വൈവിധ്യത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ ക്രമം ഏത്? ഇതിൽ ശരിയായ ക്രമം ഏതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഗാലക്സി, സൗരയൂഥം, സൂര്യൻ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ. പിന്നെ എന്താണ്? ബി ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, സൂര്യൻ, സൗരയൂഥം, ഗാലക്സി. സി സൗരയൂഥം, ഗാലക്സി, സൂര്യൻ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ. ഡി ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, സൗരയൂഥം, സൂര്യൻ, ഗാലക്സി. ഇതിൽ ഏതാണ് ശരിയായ ക്രമം എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും ശരിയായ ക്രമം? ഓപ്ഷൻ സി ആണ് ശരിയായ ക്രമം. സൗരയൂഥം, ഗാലക്സി, സൂര്യൻ,
ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ എന്ന ക്രമത്തിലാണ് നമ്മൾ ക്രമീകരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ സംസ്ഥാന ഫലം ഏത്? കേരളത്തിൻ്റെ സംസ്ഥാന ഫലം വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതിലേതാണ് കേരളത്തിൻ്റെ സംസ്ഥാന ഫലം? ഏതാണ്? ചക്കയാണ് കേരളത്തിൻ്റെ സംസ്ഥാന ഫലം, നമുക്കറിയാം. അപ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാന ഫലം എന്ന് പറയുന്നത് ചക്കയാണ്. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം എന്താണ്? ആനയാണ്. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ. അടുത്തത്, കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം എന്ന് പറയുന്നത് തെങ്ങ്. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം എന്താണ്? കരിമീനാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങളിൽ പ്രധാനമായും ഊർജം ലഭിക്കുന്നത് ഏതിൽ നിന്നെല്ലാമാണ്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് പ്രധാനമായും ഊർജം ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ധാന്യകം, ജീവകം, ധാതുക്കൾ. ഓപ്ഷൻ ബി ധാന്യകം, കൊഴുപ്പ്, മാംസ്യം. ഓപ്ഷൻ സി ധാന്യകം, ജലം, മാംസ്യം. ഓപ്ഷൻ ഡി ധാന്യകം, ജലം, ധാതുക്കൾ. ഇതിൽ ഏതാണ് നമുക്ക് ഊർജം തരാൻ സഹായിക്കുന്നതാണ് ചോദിക്കുന്നത്. ഏത് കോമ്പിനേഷനാണ് ഊർജം തരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും വരിക? ഓപ്ഷൻ ബി ധാന്യകം, കൊഴുപ്പ്, മാംസ്യങ്ങൾ. ഇവയൊക്കെയാണ് നമുക്ക് ഊർജം പ്രദാനം ചെയ്യുന്നത്. ഇതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമുക്ക് ഊർജം പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നാം കഴിക്കുന്ന ആഹാരത്തിൽ പോഷക ഘടകങ്ങളിൽ പ്രധാനമായും ഊർജം ലഭിക്കുന്നത് ധാന്യകം, കൊഴുപ്പ്, മാംസ്യം എന്നിവയിൽ നിന്നാണ്. കിഴങ്ങുവർഗ്ഗങ്ങളിലാണ് കൂടുതലായിട്ടും ധാന്യകം അടങ്ങിയിരിക്കുന്നത്. അതുപോലെ എണ്ണക്കുരുക്കളിലാണ് കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നത്. പയറുവർഗ്ഗങ്ങളിലാണ് കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, ടീച്ചർ ക്ലാസ് മുറിയിൽ പഠന പ്രക്രിയയ്ക്ക് ശേഷം വർക്ക്ഷീറ്റുകൾ നൽകി വ്യക്തിഗതമായി പൂർത്തിയാക്കാൻ കുട്ടികളോട് പറയുന്നു. ഇത് വിലയിരുത്തലിൻ്റെ ഏത് തലമാണ്? ഓപ്ഷൻ എ വിലയിരുത്തൽ തന്നെ പഠനം. ഓപ്ഷൻ ബി പഠനത്തെ വിലയിരുത്തൽ. ഓപ്ഷൻ സി പഠനത്തിനായുള്ള വിലയിരുത്തൽ. ഓപ്ഷൻ ഡി യൂണിറ്റ് തല വിലയിരുത്തൽ. ഏതാണ് വരിക? ഓപ്ഷൻ ബി പഠനത്തെ വിലയിരുത്തലാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പരിസരത്തിന് വേണ്ടി പരിസരത്തിലൂടെ പരിസരത്തെക്കുറിച്ചുള്ള പഠനമാണ് പരിസര പഠനം. ഇതിന് ഏറ്റവും അനുയോജ്യമായ പഠന ഇനം ഏതാണ്? ഓപ്ഷൻ എ പരിസര പഠനമൂല. ഓപ്ഷൻ ബി ശാസ്ത്ര ലാബ്. ഓപ്ഷൻ സി ജൈവ വൈവിധ്യ ഉദ്യാനം. ഓപ്ഷൻ ഡി ടെറേറിയം. ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ സി ജൈവ വൈവിധ്യ ഉദ്യാനമാണ് ഇതിൽ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ജൈവ വൈവിധ്യ ഉദ്യാനം? ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണെന്ത്? ഇൻസിറ്റു കൺസർവേഷൻ. അങ്ങനെ അതുപോലെ എന്താണ് ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണെന്ത്? വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ. അപ്പോൾ അതിൻ്റെ സ്വാഭാവിക രീതിയിൽ നമ്മൾ ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അതാണ് വന്യജീവി സങ്കേതങ്ങൾ, അതുപോലെ നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവ് ഒക്കെ അതിലാണ് വരുന്നത്. പിന്നെ ഇത് കൂടാണ്ട് എന്താണ് നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ഒരു ഇതിൽ നമ്മൾ ജീവികളെ സംരക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നത്, അതാണ് എന്ത്? എക്സെറ്റീവ് കൺസർവേഷൻ. അതിന് എക്സാമ്പിളാണ് സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്കുകൾ ഒക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ബയോഗ്യാസ് എന്തിൻ്റെ എല്ലാം മിശ്രിതമാണ്? ഏതൊക്കെ കെമിക്കൽസാണ് ബയോഗ്യാസിൽ അടങ്ങിയിട്ടുള്ളത്? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, കാർബൺ ഡയോക്സൈഡ്. ഓപ്ഷൻ ബി ഈഥൈൻ, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്. ഓപ്ഷൻ സി മീഥൈൻ, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്. ഓപ്ഷൻ ഡി കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്. ഇതിലേതാണ് ബയോഗ്യാസിൽ അടങ്ങിയിരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബയോഗ്യാസിൽ അടങ്ങിയിരിക്കുന്നത് മെയിനായ ഒരു എലമെൻ്റാണ് മീഥേൻ എന്ന് നമുക്കറിയാം. മെയിനായ ഒരു കോമ്പൗണ്ടാണ് മീഥേൻ എന്ന് നമുക്കറിയാം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. മീഥേൻ
കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ് എന്നതാണ് മെയിനായിട്ട് ബയോഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, കില എന്ന സ്ഥാപനം രൂപീകരിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? കില കേരള സംസ്ഥാന സർക്കാരിൻ്റെ അണ്ടറിലുള്ള ഒരു സ്ഥാപനമാണ് കില എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് രൂപീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ പരിസ്ഥിതി സംരക്ഷണം, ഓപ്ഷൻ ബി സാമ്പത്തിക ആസൂത്രണം, ഓപ്ഷൻ സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണം, ഓപ്ഷൻ ഡി ആരോഗ്യ പരിപാലനം. അപ്പോൾ ഇതിലേതാണ്? ഓപ്ഷൻ സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടാണ് കില രൂപീകരിച്ചിട്ടുള്ളത്. കിലയുടെ പ്രത്യേകതകൾ നോക്കാം. നമുക്കറിയാം, ഇപ്പോൾ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണമാണ് കിലയുടെ ഉദ്ദേശം. കിലയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കിലയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. കിലയുടെ ആസ്ഥാനം വരുന്നത് തൃശ്ശൂരാണ്. ഇതൊക്കെ മുൻ വർഷങ്ങളിലായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കിലയുടെ ആസ്ഥാനം തൃശ്ശൂർ എന്നുള്ളത് മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെ തനത് നൃത്തരൂപമാണ്? ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി തമിഴ്നാട്. ഇതിൽ നമുക്കറിയാം, ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. തമിഴ്നാടിൻ്റെതാണ് ഭരതനാട്യം എന്ന് നമുക്ക് അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുകയാണല്ലോ. താഴെ പറയുന്നവയിൽ ചെറുധാന്യങ്ങളുടെ കൂട്ടം ഏത്? ഓപ്ഷൻ എ മണിച്ചോളം, റാഗി, തിന, ഓപ്ഷൻ ബി റാഗി, നെല്ല്, തിന, ഓപ്ഷൻ സി ഗോതമ്പ്, മണിച്ചോളം, നെല്ല്, ഓപ്ഷൻ ഡി നെല്ല്, ഗോതമ്പ്, ചോളം. ഇതിലേതാണ് മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേതാണ് വരിക? ഓപ്ഷൻ എ മണിച്ചോളം, റാഗി, തിന ഇവയൊക്കെയാണ് മില്ലറ്റ്സിന് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾക്ക് എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ 2023 നമ്മൾ ആഘോഷിക്കുന്നത് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ടാണ്. അപ്പോൾ ചെറുധാന്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ വരുന്നതാണ് തിന, ചോളം, മുത്താറി, ചാമ, റാഗി. ഇവയൊക്കെയാണ് ചെറുധാന്യങ്ങൾക്ക് ഉദാഹരണം. ഒരുപാട് ചെറുധാന്യങ്ങളുണ്ട്, അതിൽ ചില ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നിരീക്ഷണം എന്ന പ്രക്രിയാശേഷിയുടെ സൂചകങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ വസ്തുക്കൾ തിരിച്ചറിയുന്നു, ഓപ്ഷൻ ബി വിവിധ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നു, ഓപ്ഷൻ ഡി സവിശേഷതകൾ കൃത്യമായി വിവരിക്കുന്നു, ഓപ്ഷൻ ഡി അനുയോജ്യമായ യൂണിറ്റുകൾ ഉപയോഗിച്ച് അളക്കുന്നു. ഇതിലേതാണ് നിരീക്ഷണത്തിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി വിവിധ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നു. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? അപ്പോൾ രോഗങ്ങൾ ഇതാണ്: ക്യാൻസർ, ഇൻഫ്ലുവൻസ, അലർജി, വസൂരി. അപ്പോൾ ഇതിൽ ഏതാണ് പകരുന്ന രോഗങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഇതാണ്: 2, 4, 1, 2, 3, 4, 2, 3. ഇതിൽ 2, 4 എന്ന് പറയുന്നതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ. അത് ഏതാണ്? ഇൻഫ്ലുവൻസയും അതുപോലെ തന്നെ വസൂരിയുമാണ് പകരുന്ന രോഗങ്ങൾ. അപ്പോൾ രോഗങ്ങൾ പകരുന്ന രീതി അതാണ് നമുക്കിനി അടുത്തതായിട്ട് നോക്കാനുള്ളത്. രോഗങ്ങൾ ഏതൊക്കെ തരത്തിൽ പകരാം? വായുവിലൂടെ പകരാം, ജലത്തിലൂടെ പകരാം, അതുപോലെ തന്നെ സമ്പർക്കത്തിലൂടെ പകരാം. അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ഇൻഫ്ലുവൻസ, മുണ്ടിനീര്, ചിക്കൻ പോക്സ്, ക്ഷയം. ഇത്തരം രോഗങ്ങൾ എന്താണ്? വായുവിലൂടെയാണ് പകരുക. ജലദോഷം, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ, മുണ്ടിനീര്, ചിക്കൻ പോക്സ്, ക്ഷയം. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ജലത്തിലൂടെ ഏതൊക്കെയാണ് പകരുക? മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ. ഇതൊക്കെ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അടുത്തത് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് കുഷ്ഠം, എബോള, എയ്ഡ്സ്. ഒക്കെ നമ്മൾ സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടത് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന
രോഗങ്ങൾ. പാരമ്പര്യമായിട്ട് കിട്ടുന്നതിന് രണ്ട് ഉദാഹരണങ്ങളാണ് ഹീമോഫീലിയയും അതുപോലെ തന്നെ സിക്കിൾ സെൽ അനീമിയയും. ഹീമോഫീലിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രക്തം കട്ടപ്പിടിക്കാത്തൊരവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അതുപോലെ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് നമ്മളെ ചുവന്ന രക്താണുക്കൾ അരിവാൾ ഷേപ്പിലായി പോകുന്ന ഒരു തരം രോഗമാണ്. സിക്കിൾ സെൽ അനീമിയക്ക് അരിവാൾ രോഗം എന്ന് പറഞ്ഞ ഒരു പേരും കൂടി ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ജീവാണുവളങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജീവാണുവളങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ എ സസ്യാവശിഷ്ടങ്ങൾ അടങ്ങിയ വളം. ഓപ്ഷൻ ബി കന്നുകാലി വളം. ഓപ്ഷൻ സി ജീവനുള്ള ബാക്ടീരിയ, കുമിളുകൾ എന്നിവ അടങ്ങിയ വളം. ഓപ്ഷൻ ഡി മൃഗാവശിഷ്ടങ്ങൾ അടങ്ങിയ വളം. ഏതാണ് ജീവാണുവളം എന്ന് പറഞ്ഞാൽ? ജീവനുള്ള ബാക്ടീരിയ, കുമിളുകൾ എന്നിവ അടങ്ങിയിട്ടുള്ള വളമാണ് ജീവാണുവളം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ജീവനുള്ള ബാക്ടീരിയ, കുമിളുകൾ എന്നിവ അടങ്ങിയ വളമാണ് ജീവാണുവളം. സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങൾ സ്വാഭാവികമായി ലഭ്യമാക്കുന്നത് സൂക്ഷ്മജീവികൾ നടത്തുന്ന ജീർണന പ്രക്രിയയിലൂടെയാണ്. അവർ നടത്തുന്ന ജീർണന പ്രക്രിയയിലൂടെയാണ് സസ്യങ്ങൾക്ക് വേണ്ട മൂലകങ്ങൾ കിട്ടുന്നത്. അപ്പോൾ എന്താണ് ഇത്? മണ്ണിൻ്റെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കുന്നു. ഇത്തരത്തിൽ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കാൻ സൂക്ഷ്മജീവികൾ അടങ്ങിയ വളങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഇത്തരത്തിൽ നമ്മൾ മണ്ണിൻ്റെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിൻ്റെ ആവശ്യമുണ്ട്? സൂക്ഷ്മജീവികൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ സൂക്ഷ്മജീവികൾ അടങ്ങിയ വളങ്ങളാണ് ജീവാണുവളങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനങ്ങളുടെ അടയാള വിളക്കുകളിൽ കാണപ്പെടുന്ന നിറങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ മഞ്ഞ, ചുവപ്പ്, പച്ച. ഓപ്ഷൻ ബി മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. ഓപ്ഷൻ സി നീല, ചുവപ്പ്, പച്ച. ഓപ്ഷൻ ഡി വയലറ്റ്, ഓറഞ്ച്, ചുവപ്പ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ മഞ്ഞ, ചുവപ്പ്, പച്ചയാണ് നമ്മൾ ട്രാഫിക് ലൈറ്റുകളിൽ സാധാരണയായി കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മൊഡ്യൂളിൻ്റെ വിനിമയത്തിന് ശേഷം പഠന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിലൂടെ രൂപപ്പെട്ട വിവരങ്ങളെ അടിസ്ഥാനമാക്കി ടീച്ചർ തയ്യാറാക്കുന്ന രേഖ. ഓപ്ഷൻ എ സഞ്ചിത രേഖ. ഓപ്ഷൻ ബി പ്രതിഫലനാത്മക കുറിപ്പ്. ഓപ്ഷൻ സി പഠന പുരോഗതി രേഖ. ഓപ്ഷൻ ഡി യൂണിറ്റ് പ്ലാൻ. ഏതാണ് ആൻസർ? പ്രതിഫലനാത്മക കുറിപ്പാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അടിസ്ഥാന പ്രക്രിയാശേഷികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ നിരീക്ഷണം. ഓപ്ഷൻ ബി വർഗീകരണം. ഓപ്ഷൻ സി അളക്കൽ. ഓപ്ഷൻ ഡി പരീക്ഷണത്തിൽ ഏർപ്പെടൽ. ഇതിലേതാണ് അടിസ്ഥാന പ്രക്രിയാശേഷിയിൽ ഉൾപ്പെടാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി പരീക്ഷണത്തിൽ ഏർപ്പെടൽ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഇതിലേതാണ്? മംഗൾയാൻ. ഓപ്ഷൻ എ മംഗൾയാൻ. ഓപ്ഷൻ ബി ചന്ദ്രയാൻ. ഓപ്ഷൻ സി ശാസ്ത്രയാൻ. ഓപ്ഷൻ ഡി ഗഗൻയാൻ. ഇതിൽ ഏതാണ്? ഗഗൻയാനാണ് മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം. അടുത്ത ക്വസ്റ്റ്യൻ, ശാസ്ത്ര പഠനത്തിൻ്റെ മുഖ്യ ലക്ഷ്യം വിജ്ഞാന മേഖല, പ്രക്രിയാശേഷി മേഖല, മനോഭാവ മേഖല, സർഗാത്മക മേഖല എന്നിവയുടെ വികാസം ആണല്ലോ. താഴെ പറയുന്നവയിൽ പ്രയോഗ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത്? ഓപ്ഷൻ എ താൽക്കാലിക നിഗമനങ്ങൾ രൂപവൽക്കരിക്കലും അത് പരിശോധിക്കലും. ഓപ്ഷൻ ബി പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യൽ. ഓപ്ഷൻ സി മനോചിത്രങ്ങൾ രൂപീകരിക്കൽ. ഓപ്ഷൻ ഡി ആഹാരം, ആരോഗ്യം, ജീവിതശൈലി തുടങ്ങിയവയിൽ ശാസ്ത്രീയ ശീലങ്ങൾ പിന്തുടരൽ. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആഹാരം, ആരോഗ്യം, ജീവിതശൈലി തുടങ്ങിയവയിൽ ശാസ്ത്രീയ ശീലങ്ങൾ പിന്തുടരലാണ് ആൻസർ. ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ മാർച്ച് 2023 നടന്ന എക്സാമിന് EVS ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനുകളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.